എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേഷാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ വണ്ടിയിൽ മാറ്റിയ സാധനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് ഫുൾ എന്തൊക്കെ മാറ്റി എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അന്ന് എനിക്ക് ഫുള്ള് ഓർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നൊരു ഫുള്ള് ലിസ്റ്റ് ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മറന്നു പോകും മിക്ക സാധനങ്ങളും. അപ്പോൾ എൻജിൻ സൈഡിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സിലിണ്ടറും പിസ്റ്റണും, അതുപോലെ പിസ്റ്റൻ്റെ റിങ്സ് അടക്കം, ഓയിൽ സീൽ സെറ്റ്, എൻജിൻ്റെ പാക്കിംഗ് കിറ്റ്, ബെയറിംഗ് സെറ്റ്, ക്ലച്ച് പ്ലേറ്റ്, ക്ലച്ചിൻ്റെ ചെയിന്, അതുപോലെ സ്പീഡോമീറ്ററിൻ്റെ ഒരു പിനിയൻ വരും അതുപോലെ പുതിയ പോയിൻറ്റും ക്യാമിൻ്റെ ഷാഫ്റ്റും ഒക്കെ പുതിയതാണ്. കാർബറേറ്ററിൻ്റെ കിറ്റ് ഫുള്ളാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കാർബറേറ്ററിൻ്റെ പുറമേയുള്ള ഷീൽഡ് മാത്രം പഴയതാണ്. ബാക്കി ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും ആ കിറ്റ് ഫുൾ തന്നെ വാങ്ങിയിട്ടു. പിന്നെ ഞാൻ മുന്നേ ആദ്യം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്ന മാതിരി സിലിണ്ടർ ഓവൽ ഷേപ്പിലായതുകൊണ്ട് സിലിണ്ടർ സ്ലീവ് ഇറക്കേണ്ടി വന്നു. ഗിയർ ബോക്സിൻ്റെ മെയിൻ ഷാഫ്റ്റിൽ ബുഷ് അടിച്ചു. അതുപോലെ ക്രാങ്ക് സെറ്റ് ചെയ്തു. എൻജിൻ്റെ ഫുൾ സ്ക്രൂ കിറ്റ്, അതുപോലെ ക്ലച്ച് റോഡ്, ക്ലച്ച് ബെല്ലിൻ്റെ വീൽ ടീത്ത്, സെലക്ടർ റോഡ്. അതുപോലെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, സെലക്ടർ റോഡ് വെൽഡ് ചെയ്ത് ആഡ് ചെയ്യേണ്ടി വന്നു. കാരണം അത് ഒരുപാട് തേഞ്ഞുണ്ടായിരുന്നു. ഫ്രണ്ടും ബാക്കും ഹബ്ബ് സ്ലീവ് ഇറക്കി, അത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫ്രഷ് റിമ്മ്, ഫ്രണ്ടിലത്തെ റിമ്മ് ഫ്രഷാണ്. അത് തുരുമ്പെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ ആയിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് ഫുള്ള് തേഞ്ഞ് നമ്മുടെ ടങ് ക്ലീനറിൻ്റെ തിക്നെസ് ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഫ്രണ്ടിലത്തെ റിമ്മ് പുതിയതാണ്. അതുപോലെ സ്പോക്സ് ഫ്രണ്ടും ബാക്കും ഫ്രഷാണ്. വീൽ ബെയറിങ് ഫുള്ള് മാറ്റേണ്ടി വന്നു. അതുപോലെ മെയിൻ ചെയിൻ മാറ്റേണ്ടി വന്നു. സ്പ്രോക്കറ്റ് നട്ട്, ലോക്ക് വാഷർ കിറ്റ്. ഞാനിപ്പോൾ ഇതിങ്ങനൊരു ലിസ്റ്റ് പോലെ വായിച്ചു പോകണം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനൊരു വണ്ടി ഒരുവിധം ഡാമേജായി കിടക്കുന്ന ഒരു വണ്ടി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചിലവ് വരും എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതുപോലെ ഷോക്ക് അബ്സോർബർ, സീറ്റ് ഇത് പുതിയ ഫ്രഷ് തന്നെ വാങ്ങി വെച്ചു. പിന്നെ ബാക്കിലത്തെ സ്റ്റേപ്പിൻ്റെ ബുഷ്, ബോൾ റേസർ കോൺസെറ്റ് സ്റ്റെമ്മിൽ വരുന്നത്, അതുപോലെ സ്റ്റെമ്മിൻ്റെ ബുഷ് കിറ്റ്, ഓയിൽ സീൽ സെറ്റ്, സ്റ്റെം വാൾവ്, ബോഡിയുടെ ഫുൾ ബോൾട്ട് കിറ്റ്, അതുപോലെ 2 റിമ്മ്, ഹാൻഡിൽ, ബ്രേക്കിൻ്റെയും ഗിയറിൻ്റെയും ലിവറുകൾ, അതുപോലെ ക്രാഷ് ഗാർഡ്. ഇതൊക്കെ നമ്മൾ പ്ലേറ്റ് ചെയ്തതാണ്. പ്ലേറ്റിംഗ് അത്ര ക്വാളിറ്റി ആയിട്ടില്ല. നമ്മുടെ വണ്ടിയിൽ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി പരിതാപകരമാണെന്ന് പറഞ്ഞ പോലെ തന്നെ പ്ലേറ്റിങ്ങും വലിയ കാര്യമായിട്ടുള്ള ക്വാളിറ്റി ഉള്ളത്. അതുപോലെ എൻജിൻ ബഫ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സീറ്റ് ലോക്ക് ഇതിൽ ലോക്ക് വർക്കാവുണ്ടായിരുന്നു, അത് മാറ്റി. അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഫുള്ള് റബ്ബർ കിറ്റ്. പിന്നെ ഈ കാണുന്ന പില്ലിയൻ റെസ്റ്റ് നമ്മൾ പുതിയത് വാങ്ങി വെച്ചാണ്, അതില്ലായിരുന്നു വണ്ടിയിൽ. 4 ഫുട്ട് റെസ്റ്റുകളും പുതിയതാണ്. ഫുൾ കേബിളുകൾ മാറി. ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും ലിവറുകൾ പുതിയതാണ്. അത് കണ്ടറിയുണ്ടാവും. പുതിയതാണ് മീൻസ് ഒറിജിനൽ എസ് ഡി തന്നെ വാങ്ങിയിട്ടു. അതുപോലെ നമ്മൾ ഈ കാണുന്ന സ്വിച്ച് കീ സെറ്റ് എസ് ഡിയുടെ അല്ല, അത് എസ് ഡിയും ജാവയെ പറ്റി അറിയുന്നവർക്കൊക്കെ എളുപ്പത്തിൽ അറിയുന്ന കാര്യമാണ്. അത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇത് ടി വി എസിൻ്റെ സുസുക്കി സമുറായുടെ അങ്ങനെ എന്തിനാ മറ്റേ സ്വിച്ച് സെറ്റാണ്. ഇത് ചോക്കിൻ്റെ ലിവറാണ്. നമ്മുടെ വണ്ടിക്ക് ചോക്കല്ല, ടിക്ലറാണ് വരിക. ഇത് ജസ്റ്റ് ഡെഡ് സ്വിച്ചാണ്, ഇത് വർക്കിംഗ് അല്ല. ഇത് നമ്മുടെ ഒറിജിനൽ എസ് ഡിയുടെ സ്വിച്ച് കീ വാങ്ങുകയാണെന്നുള്ള കാര്യം ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഉണ്ടാവില്ല. കാരണം ഇതിന് ഇൻഡിക്കേറ്റർ വന്നിട്ടില്ല കമ്പനി ഇറങ്ങുമ്പോൾ. അതുകൊണ്ട് ഈ സ്വിച്ച് വാങ്ങിയിട്ടതാണ്. പിന്നെ ടാങ്കിൻ്റെ ഈ ക്യാപ്പ്, ഇത് മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ചാവിയുള്ളതല്ല വരിക. എസ് ഡിക്കും ജാവയ്ക്കും അങ്ങനെയല്ല വരിക. എസ് ഡിക്ക് ഈ ഒരു ഷേപ്പുള്ള ടാങ്ക് ക്യാപ്പ് വരച്ച്, ജാവയ്ക്ക് പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പുള്ളതാണ് വരിക. ഇത് നമുക്ക് ലോക്ക് ചെയ്ത് എവിടെയും നിർത്തുമ്പോൾ ലോക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ലോക്കുള്ള സാധനം വാങ്ങിയിട്ടതാണ്. അപ്പോൾ ഇത് മാറ്റിയതാണ്. പിന്നെ ഈ കാണുന്ന സാധനം സൈലൻസറിൻ്റെ ബൂട്ട് എന്ന് പറയും. ഇത് പുതിയതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറ്റേണ്ടി വരുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ക്രാക്കുകൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്രാക്ക് ആയിക്കൊണ്ടിരിക്കും. അത് ഇടയ്ക്ക് മാറ്റേണ്ടി വരുന്ന സാധനമാണ്. അതുപോലെ ഫുൾ വയറിംഗ് കിറ്റ് നമ്മൾ ഫ്രഷ് വാങ്ങിയിട്ടാണ്. CL2ൻ്റെ വയറിംഗ് കിറ്റ് വാങ്ങിയിട്ടാണ്. അതുപോലെ പെട്രോൾ ഫിൽറ്റർ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം. മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് തോന്നുന്നു. പെട്രോൾ ഫിൽറ്റർ ഇത് ഫ്രഷാണ്. പിന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഗ്ലാസ്, ഇൻഡിക്കേറ്റർ, ഈ ഗ്ലാസ് നമ്മൾ ഫ്രഷ് വാങ്ങിയിട്ടാണ്. അതുപോലെ ഇൻഡിക്കേറ്ററുകൾ 4 സെറ്റ്. പിന്നെ പെട്രോളിൻ്റെ ടാപ്പ്,
ഈ ടാങ്കിന് താഴേക്ക് വരുന്ന പെട്രോളിൻ്റെ ടാപ്പ് അതൊക്കെ വണ്ടിയിലുണ്ടായിരുന്നത് വേറെ ഏതോ ഒരു നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന SD ഉണ്ടായിരുന്നല്ലോ, വേറെ ഏതോ ഒരു വണ്ടിയുടെ ആയിരുന്നു. അതൊക്കെ മാറ്റി SD ഒറിജിനലാക്കി. പിന്നെ പ്ലഗ് അതൊക്കെ പിന്നെ പറയണ്ടല്ലോ, അത് മറ്റേ ഓബ്വിയസ് ആയിട്ടുള്ള സാധനങ്ങളാണ്, അതുകൊണ്ട് അത് പറയാത്തത്. പിന്നെ കിക്കർ വീലിലെ ടീത്ത് ഒരെണ്ണം തേഞ്ഞ് പോയി കിടക്കുമായിരുന്നു. അത് എന്നിട്ട് നമ്മൾ മറ്റേ സെലക്ടർ റോഡിൽ ചെയ്ത പോലെ വെൽഡ് ചെയ്ത് നിറച്ച് പിന്നെ ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കേണ്ടി വന്നു. പുതിയ ബാറ്ററിയാണ്, ഫ്ലാഷർ യൂണിറ്റ് ഫ്രഷ് തന്നെയാണ്. അതുപോലെ LED ലൈറ്റ്, മിറർ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു TVSൻ്റെ ഏതോ ഒരു സ്കൂട്ടർ മോഡലിൻ്റെ മിററാണ്, വേഗയോ അങ്ങനെ ഏതോ വേഗോ അങ്ങനെ ഏതൊരു മോഡലുണ്ടല്ലോ TVSൻ്റെ. TVSൻ്റെ വേഗോൻ്റെ മിററാണ്. പിന്നെ ടിങ്കറിങ് വർക്ക് നമുക്ക് ചെറിയ രീതിയിൽ വേണ്ടി വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൽ ഞാൻ പിന്നീട് റീസ്റ്റോറേഷൻ വീഡിയോ ഇടുമ്പോൾ ഞാനത് പ്രത്യേകിച്ച് കാണിക്കാം. ഇപ്പം നിങ്ങൾക്ക് അറിയില്ല, നമ്മുടെ മെക്കാനിക്കിൻ്റെ സ്കില്ല് കാരണം നമുക്ക് മനസ്സിലാവില്ല. ഇവിടുന്ന് ഇങ്ങനെ ഒരു പീസും ഈ ഒരു പീസും അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു പീസും ഇതിൻ്റെ ഉൾഭാഗത്തുള്ള അതേപോലെ ഈ ഷേപ്പുള്ള പീസും നമ്മുടെ മെക്കാനിക്ക് ഗണേട്ടൻ പുതിയത് വെച്ചെന്നാണ്. ഇവിടെ ശരിക്കും ഒരു വെൽഡിങ് ജോയിൻ്റ് ഉണ്ട്. എങ്ങനെയാണ് ആ ജോയിൻ്റ് വരിക അതറിയില്ല, കണ്ടറിയില്ല. അപ്പോൾ ടിങ്കറിങ് വർക്കിൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് മാത്രമേ നമുക്ക് പാച്ച് വർക്ക് വന്നിട്ടുള്ളൂ. പിന്നെയൊക്കെ ചെറിയ ടിങ്കറിങ് വർക്കുകൾ ഈ മഡ് ഗാർഡിൻ്റെ ബെൻഡ് നൂർത്തലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ടിങ്കറിങ് വർക്കുകൾ ചെറിയ രീതിയിലാണെങ്കിലും വന്നിട്ടുണ്ട്. ചെറിയ മഡ് ഗാർഡിൻ്റെ ബെൻഡ് ചെറുതായിട്ട് തട്ടി നിർത്താൻ. അതുപോലെ ഇവിടെ ഒരു പോള ടൈപ്പ് ഒരു സാധനം വരും ബാക്ക് ടയറിൻ്റെ ഫ്രണ്ടിലായിട്ട്, നമ്മുടെ ഈ ചളിയും വെള്ളമൊന്നും ഫ്രണ്ടിലേക്ക് തെറിക്കാൻ, അതിലും ചെറിയ ബെൻഡ് നിർത്താനും അങ്ങനെ ചെറിയ ചെറിയ ടിങ്കറിങ് വർക്കുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ടൂൾ ബോക്സിൻ്റെ കാര്യത്തിൽ ചെറിയ ബെൻഡ് ഉണ്ടായിരുന്നു, അതൊക്കെ അടിച്ച് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ ടിങ്കറിങ് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ സെൻട്രൽ സ്റ്റാൻഡിൻ്റെ പിന്ന്, ബുഷ്, സ്പ്രിങ് ഇതൊക്കെ ഫ്രഷാണ്. മഡ് ഗാർഡിൽ വരുന്ന റിഫ്ലക്ടർ പുതിയത് വാങ്ങി വെച്ചതാണ്. ക്രാങ്ക് ബെയറിങ് നമ്മൾ ചെയ്തപ്പോൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിനിപ്പോൾ ഓയിലിൻ്റെ സപ്ലൈ, പെട്രോളിൽ ഇനി നമ്മൾ ഓയിൽ മിക്സ് ചെയ്യുന്ന ഒരളവ് കുറഞ്ഞാലും വണ്ടി ക്രാങ്ക് കയറി പിടിക്കരുതെന്ന് വെച്ചിട്ട് ക്രാങ്കിലിടുന്ന ബെയറിങ്ങിൽ നമ്മൾ ചെറിയൊരു അഡീഷണൽ ഹോൾ ഇട്ടുണ്ട്. അത് നമ്മുടെ ഞാൻ പറഞ്ഞ ഈ ഗണേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ ഐഡിയയാണ്. ഗണേട്ടൻ എന്ന് പറഞ്ഞ മെക്കാനിക്കിൻ്റെ ഐഡിയയാണ്. നമുക്ക് ഓയിൽ സപ്ലൈ ഒരു രീതിയിലും കുറവായിരിക്കില്ല, അതിനു വേണ്ടി പുള്ളി ചെയ്തു തന്ന പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ 30 ml per ലിറ്റർ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 20 ml per ലിറ്റർ ഒഴിച്ചാലും വണ്ടിക്ക് നല്ല കാര്യമായിട്ട് ബാധിക്കില്ല. ഈ ക്രാങ്കിൻ്റെ മെയിൻ ബെയറിങ്ങിൽ ഒരു അഡീഷണൽ ഹോൾ ഇട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ സപ്ലൈ സുഗമമായിട്ട് കിട്ടും ക്രാങ്കിൽ. മറ്റേ ഓയിൽ സപ്ലൈ എപ്പോഴും സുഗമമായിരിക്കും. പിന്നെ ഹോണ്, ബാക്കിലെ ബ്രോക്കറിൻ്റെ റബ്ബർ, അതുപോലെ സൈലൻസറിൻ്റെ ഡിമ്മി എന്ന് പറയും. ഇവിടെ സൈലൻസറിൽ നമ്മൾ സൗണ്ട് കുറയ്ക്കാൻ വേണ്ടി വെക്കുന്നത് മറ്റേ ശരിക്കും DB കില്ലറിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന സാധനമാണ്. ഒരു ചിരട്ട ഷേപ്പിലാണ് വരുന്നത്. ഇവിടെ അതിൻ്റെ സ്ക്രൂവിൻ്റെ ഹോളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഡിമ്മി എന്ന് പറയും. നമ്മുടെ നാടൻ ഭാഷയിൽ ഡിമ്മി എന്നാണ് പറയുക. അതിൻ്റെ ശരിക്കുള്ള ടേം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മാറ്റിയത്. അപ്പോൾ അത് ബോറിംഗ് ആയിട്ടാണെങ്കിലും ഫുൾ ലിസ്റ്റ് ഞാൻ മാറ്റിയ സാധനങ്ങളുടെ ഫുള്ള് ലിസ്റ്റ് ചെയ്യാമെന്ന് എല്ലാവർക്കും അറിവായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇതിപ്പോൾ SD പറ്റിയും ജാവയെ പറ്റി അറിയുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവർക്കൊന്നും പുതിയ അറിവുണ്ടാവാൻ വഴിയില്ല അതിൽ. ഇത് അറിയാത്തവർക്കൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം ആയിക്കോട്ടെ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ലിസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ വണ്ടിയിൽ മാറ്റിയ സാധനങ്ങളുടെ ലിസ്റ്റ് ഇതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും മറന്നുണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു 10 മാസം എടുത്ത് റിസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഈ 10 മാസത്തിനിടയ്ക്ക് പലപ്പോഴായിട്ടാണ് നമ്മൾ പാർട്സ് വാങ്ങിയതും പലപ്പോഴായിട്ടാണ് വർക്കുകൾ നടന്നതും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മിസ്സായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലിസ്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ, ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ താലി എന്ന് പറയും, ബാഡ്ജ്, ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ്. അതിൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ആ കമ്പനി ഇത് വന്നു തന്നെയാണ്. ഇതിലിപ്പോൾ 1987 6-ാം മാസത്തിൽ മാനുഫാക്ചറായി 1987 ജൂലൈ 18 രജിസ്റ്ററായ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആക്ച്വലി പറഞ്ഞ 37th ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളതെന്ന് വിചാരിക്കണം. ഞാനൊന്നും മിസ്സാക്കിയിട്ടില്ല എന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ ഡീറ്റെയിൽസ് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അതുപോലെ സകല നെട്ടും ബോൾട്ടൊക്കെ ഫ്രഷ് എല്ലാം വാങ്ങിയിട്ടാണ്. ഒന്നും ഇതിൽ വണ്ടിയിലുള്ളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം നമ്മുടെ പ്രീവിയസ് ഓണർ അങ്ങനെ കാര്യമായി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയല്ല അത്.
പിന്നെ ഈ ഹാൻഡിൽ തന്നെ 2 നെട്ട് ഒരേപോലെ ഇടേണ്ട സ്ഥലത്ത് 2 നെട്ട് 2 സൈസൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. 4 നെട്ട് ഒരേപോലെയുള്ള സ്ഥലത്ത് 4 സൈസ് നെട്ടൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒട്ടും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടിയല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു എക്സ്ട്രാ ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതന്നെ ഉള്ളൂ എന്ന് വിചാരിക്കണം. ഞാൻ ഡീറ്റെയിൽസ് തരാമെന്ന് വെച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.